ഇന്നത്തെ വലിയ വാർത്ത മാവോയിസ്റ്റ് രൂപേഷിന്റെ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിന് പ്രസിദ്ധീകരണ അനുമതി നൽകുമെന്ന ഉറപ്പ് പാലിക്കാതെ സർക്കാർ. മുഖ്യമന്ത്രിയെ നിയമവകുപ്പും അനുകൂല നിലപാടെടുത്തിട്ട് ഉടക്കിട്ട് ജയിൽ വകുപ്പ്. ജയിൽ വകുപ്പിന്റെ എതിർപ്പ് വ്യക്തമാക്കുന്ന രേഖകൾ ന്യൂസ് മലയാളത്തിന്. പുസ്തകത്തിന്റെ 10 ഭാഗങ്ങളിൽ മാറ്റം വരുത്തണമെന്നും UAPA നിയമത്തെ എതിർക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കണമെന്നും വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് വന്നു. മറ്റൊരു എഴുത്തുകാരനെ കൊണ്ട് തിരുത്തി എഴുതിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം പ്രസാധനത്തിന് അനുമതി നൽകണമെന്ന രൂപേഷിന്റെ കുടുംബവും സാംസ്കാരിക പ്രവർത്തകരും ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പിനെ കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട്. രൂപേഷ് ജയിലിലെ വിവിധ കാര്യങ്ങൾ പറയുന്നു. അതെല്ലാം ഒഴിവാക്കിയാലേ പ്രസിദ്ധീകരിക്കാൻ പറ്റൂ എന്ന് ജയിൽ വകുപ്പ് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. അത് പ്രതിഷേധാർഹമാണ്. അത് ശരിയല്ല. ഇപ്പോഴത്തെ അത് പ്രസിദ്ധീകരിക്കാൻ മറ്റ് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ള ഒരവസ്ഥയുള്ളതിനാൽ എത്രയും പെട്ടെന്ന് അതിനൊരു പ്രസിദ്ധീകരണ അനുമതി കൊടുക്കുകയാണ് ജയിൽ വകുപ്പ് ചെയ്യേണ്ടത്. മറിച്ച് ഒരു പുസ്തകം സെൻസറിങ് ചെയ്യണം ജയിൽ വകുപ്പ്. ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി പുസ്തകം സെൻസറിങ് ചെയ്യണമെന്ന് പറയുന്നത് തീർത്തും ശരിയല്ലാത്ത ഒരു കാര്യമാണ്. ജൂൺ 3-നകം നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുവാദം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പം 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഗവൺമെൻറ് അതിനകത്ത് അനുവാദം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ജയിൽ അധികാരികൾ ഇപ്പോൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിന്. അതിനകത്ത് 10 നിർദ്ദേശങ്ങൾ, ഈ നോവലിൻ്റെ 10 ഇടങ്ങളിൽ സെൻസറിങ് നടത്തണം എന്ന് ഒരു നിർദ്ദേശം ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്ന് വെക്കുകയാണ്. അതിനകത്ത് 10 നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് വളരെ രസകരമായ, ചിരിക്കാൻ വക നൽകുന്ന പരിഹാസ്യമായ 10 നിർദ്ദേശങ്ങൾ. രൂപേഷിന്റെ ഭാര്യ ഷൈനയുടെയും ബന്ധുവിന്റെയും ഒക്കെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇനി ലെവിൻ കെ വിജയുടെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കിപ്പം. ലെവിൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ സർക്കാർ പുസ്തക പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകിയതാണ്. ഇപ്പോൾ എന്താണ് ജയിൽ വകുപ്പ് ഈ വിഷയത്തിൽ ഉടക്കിട്ട് നിൽക്കുന്നതിനുള്ള കാരണം? സേതു, ഈ കഴിഞ്ഞ മെയ് മാസം 22 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ, 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ 9 ദിവസങ്ങളിലായാണ് മാവോയിസ്റ്റ് രൂപേഷ് ജയിലിൽ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് അനുമതി തേടി നിരാഹാരം ആരംഭിച്ചത്. നിരാഹാര സമരം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം രൂപേഷിൻ്റെ ആരോഗ്യനില മോശമാവുകയും മഞ്ഞപ്പിത്തം ബാധിക്കുകയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റുകയും ചെയ്തു. അവിടെ വെച്ചും നിരാഹാരം തുടരുന്നു ഈ പുസ്തക പ്രസാധനത്തിന് വേണ്ടി. ഏറ്റവും ഒടുവിൽ ജയിൽ DGPയുടെ പ്രത്യേക ദൂതൻ വഴി രൂപേഷിന് ഉറപ്പു നൽകുന്നു ജൂൺ 3-നകം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അനുമതി നൽകുമെന്ന്. പക്ഷേ ജൂൺ 3 കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുസ്തകത്തിന് ഇപ്പോഴും അനുമതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് എതിർപ്പുമായി ഒന്നാമത് നിൽക്കുന്നത് ജയിൽ വകുപ്പ് തന്നെയാണ്. നേരത്തെ ഈ സാംസ്കാരിക പ്രവർത്തകർ, പ്രത്യേകിച്ച് സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളായ കവി സച്ചിദാനന്ദനും അശോകൻ ചെരുവിലും അടക്കമുള്ള ആളുകൾ ഈ പുസ്തകം വായിച്ച് ഇതിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ല, സർക്കാർ വിരുദ്ധമായി ഒന്നുമില്ല എന്നുള്ള കാര്യം ജയിൽ വകുപ്പ് അധികൃതരെയും മറ്റുള്ള ആളുകളെയും ഒക്കെ അറിയിക്കുകയും നിയമവകുപ്പ് എതിർപ്പില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും 2 തവണ ജയിൽ വകുപ്പിനോട് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തതാണ്. ആദ്യ റിപ്പോർട്ടിൽ എതിർക്കാതിരുന്ന ജയിൽ വകുപ്പ് രണ്ടാമത് വീണ്ടും നിയമവകുപ്പ് ഈ റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, പ്രസിദ്ധീകരണത്തിന് ഏതെങ്കിലും തടസ്സമുണ്ടോ, ജയിൽ വകുപ്പിൻ്റെ അഭിപ്രായം എന്ത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് അതിന് മറുപടിയായി കത്ത് നൽകുന്നത്, റിപ്പോർട്ട് നൽകുന്നത്. ഈ പുസ്തകത്തിൽ ദേശവിരുദ്ധമായ ഒന്നുമില്ല എന്ന് ജയിൽ വകുപ്പ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പ്രസിദ്ധീകരണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ട് എന്ന് അവർ പറയുന്നുമില്ല. പക്ഷേ 10 ഭാഗങ്ങളിൽ, പുസ്തകത്തിൻ്റെ 10 ഭാഗങ്ങളിലായി, നോവലിൻ്റെ 10 ഭാഗങ്ങളിലായി സെൻസറിങ് നടത്തണം. ഈ പുസ്തകത്തിൽ UAPA എന്ന കരിനിയമത്തെ എഴുത്തുകാരൻ വിമർശിക്കുന്നുണ്ട്. അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കണം. ഈ പുസ്തകം മറ്റൊരു എഴുത്തുകാരനെ കൊണ്ട് റീറൈറ്റ് ചെയ്യിക്കണം തുടങ്ങിയ പ്രധാനപ്പെട്ട വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മറുപടി നൽകുന്നത്. ഫലത്തിൽ രൂപേഷ് എഴുതിയ പുസ്തകം ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ മറ്റൊരു എഴുത്തുകാരനെ കൊണ്ട് തിരുത്തി എഴുതിക്കുകയും അതിലെ പ്രസക്ത ഭാഗങ്ങളും അതിലെ കാമ്പും അത് മാറ്റി എഴുതുകയും ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകുന്നത്. ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നത് മുൻപ് ഇത്തരത്തിൽ നിയമവകുപ്പോ അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹികളോ മറ്റ് പ്രമുഖരായ എഴുത്തുകാരോ പരിശോധിച്ച് യാതൊന്നുമില്ല എന്ന്, അല്ലെങ്കിൽ ദേശവിരുദ്ധമായ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തെ സംബന്ധിച്ചാണ്. ഇതിന് മുൻപ് ഏപ്രിൽ മാസത്തിൽ
പുസ്തകത്തിൽ രൂപേഷിന്റെ ഭാര്യ ഷൈനയും സുഹൃത്തായ CP റഷീദും മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്തെന്ന് വ്യക്തമാക്കുകയും പുസ്തകത്തിന്റെ ഒരു കോപ്പി മുഖ്യമന്ത്രിക്ക് കൈമാറാൻ സജ്ജരാവുകയും ചെയ്തതാണ്. അന്നൊന്നും മുഖ്യമന്ത്രി തന്നെ അതിന്റെ ആവശ്യങ്ങളില്ല, നേരിട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് തടസ്സമില്ല എന്ന് പറയുകയും ആ ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. മാവോയിസ്റ്റ് രൂപേഷിന്റെ ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിന് പ്രസിദ്ധീകരണ അനുമതി നൽകുന്ന ഉറപ്പ് സർക്കാർ പാലിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ വലിയ വാർത്ത. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.